നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം മ്യൂണിക്കിലല്ല നടക്കാൻ പോകുന്നത്. ഈ വരുന്ന ചൊവ്വാഴ്ച ഞങ്ങളുടെ മൈതാനത്താണ്, മിലാനിലാണത് നടക്കാൻ പോകുന്നത് എന്ന് സിമോൺ ഇൻസാഗി പറയുന്നത് UCL ഫൈനൽ മ്യൂണിക്കിൽ നിന്ന് മിലാനിലേക്ക് മാറ്റി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ബാഴ്സയ്ക്കെതിരെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ രണ്ടാം പാദ മത്സരം ഒരു ഫൈനൽ പോരാട്ടം പോലെ വീറുറ്റതായിരിക്കും എന്ന മുന്നറിയിപ്പാണ്. യെസ്, ആദ്യപാദ മത്സരം ബാഴ്സലോണയുടെ മൈതാനത്ത്. ഇൻ്റർ മിലാൻ 3-3 സമനില പിടിച്ചങ്ങ് സാൻസിറോയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ 75,000 വരുന്ന കാണികളുടെ പിന്തുണയിൽ പൊളിച്ചടുക്കിയ പ്രകടനം നടത്തുമെന്നുള്ള ആത്മവിശ്വാസമാണ് സിമോൺ ഇൻസാഗിക്ക്. ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. UCL ഫൈനൽ മ്യൂണിക്കിലല്ല നടക്കാൻ പോകുന്നത്, അത് ഈ വരുന്ന ചൊവ്വാഴ്ച മിലാനിലാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഫാൻസ് അത് അർഹിക്കുന്നുണ്ട്. അവർ 75,000 ടിക്കറ്റുകൾ ആദ്യ പാദം കാണുന്നതിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടിരിപ്പാണ്. അവരുടെ കൈയടി, റോമക്കെതിരെ ഞങ്ങൾ തോൽക്കുമ്പോൾ പോലും അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചത് എത്ര മനോഹരമായിട്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ചൊവ്വാഴ്ച കാണാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ അടുത്ത ചൊവ്വാഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. മെയ് 6 ആ കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ മെയ് 7 പുലർച്ചെ 12:30 ആ കളി നടക്കുന്നത്. കിടിലൻ പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ലാമിൻ യമാൽ ഈ കളിയെക്കുറിച്ച് പറഞ്ഞ പോലെ 0-0 എന്ന രൂപത്തിൽ കാര്യങ്ങളെ കണ്ടാൽ മതി. 3-3 ആണല്ലോ. അപ്പോൾ ബാക്കി ഒരു 90 മിനിറ്റ് തകർപ്പൻ പോരാട്ടത്തിന് വഴിയൊരുങ്ങിയാണ് ഇൻസാഗിയും പറയുന്നത്. അതാണ് UCL ഫൈനലിലായിട്ട് നിങ്ങൾ അങ്ങനെ ദൂരം കാത്തിരിക്കണ്ട, ചൊവ്വാഴ്ച തന്നെ UCL ഫൈനലാണ് വരുന്നത് എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുക.